ഓമലെ നമ്മൾ വിരഹാർത്ത കാമുകർ, സ്മരണ ചുവപ്പിന്റെ നിഴലിൽ കുരുത്തവർ, പണ്ടേ പൊലിഞ്ഞ കിനാവുകൾ, നമ്മൾ ഇന്നേതോ പുരാതന ഡയറി കുറിപ്പുകൾ. അറിവിന്റെ പ്രണയകാലത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. അറിവിനെ പ്രണയിക്കുന്ന രേഖാ മേനോൻ, ഗുഡ് ഈവനിങ്. IT പ്രണയിക്കുന്ന ശില്പ, ഗുഡ് ഈവനിങ്. ഈ ദിവസം ആരാണ് ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കെടുക്കാനെത്തുന്ന മത്സരാർത്ഥി? കാണാം അദ്ദേഹത്തെക്കുറിച്ച് ചില വിവരങ്ങൾ. ഞാൻ റജി ഫിലിപ്പ്, കോട്ടയം ജില്ലയിലെ കങ്ങഴിയിൽ നിന്ന് വരുന്നു. ഏകദേശം 10 വർഷങ്ങളായി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നു. 6 വർഷത്തോളം ന്യൂസിലാൻഡിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയുമായിരുന്നു. അശ്വമേധത്തിൽ പങ്കെടുക്കണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമൊക്കെ എന്നും ഒരു അത്ഭുത വൃക്ഷമാണ് ഈ പ്രദീപ് സാർ. പല കെമിസ്ട്രികളും മനസ്സിലായിട്ടുള്ള എനിക്ക് മനസ്സിലാകാത്ത ഒരു രസതന്ത്രത്തിൻ്റെ ഭാഷയാണ് അശ്വമേധം എന്നുള്ളത്. എന്നും ഇതിൻ്റെ ഒരു കെമിസ്ട്രി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു നല്ല പ്രസംഗകനായി എനിക്ക് അദ്ദേഹത്തിൻ്റെ പദസമ്പർത്ത് കൈവശമാക്കിയാൽ കൊള്ളാമെന്നും ആഗ്രഹമുണ്ട്. ഗുരുശിഷ്യ ബന്ധത്തിൽ എപ്പോഴും പ്രാധാന്യം ഗുരുവിന് തന്നെയാണ്. ഗുരു ജയിക്കുകയാണ് എപ്പോഴും അഭികാമ്യവും. അതുകൊണ്ട് മത്സരത്തിൽ ജയിക്കുകയോ പരാജയമോ എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. എങ്കിലും നിങ്ങളുടെ നിറഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ മുന്നോട്ട് പോകട്ടെ, പ്രാർത്ഥിക്കുക. So that was the profile of Mr. Reggie Philip. Welcome to the show, Mr. Reggie. All the best. ആ ബൗളിൽ നിന്നും ഒരു വിഷയം എടുക്കാം. നന്നായി ഷഫിൾ ചെയ്തൊരു വിഷയം എടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേര് റജിക്ക് മനസ്സിൽ വിചാരിച്ച് ജൂറിക്ക് സമർപ്പിക്കാം. റജി കോട്ടയം ജില്ലയിൽ എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്. ഏത് സ്കൂളിലാണ്? കങ്ങഴ ഗവൺമെന്റ് സ്കൂൾ, ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂളിലാണ്. റജി ഫിലിപ്പ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അതിനു മുൻപ് റജി കൊടുത്ത പേര് അപ്രൂവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. രേഖ, റജി വിചാരിച്ച പേര് അപ്രൂവ് ചെയ്തു? ശരിക്കും മാഷല്ലേ? തീർച്ചയായിട്ടും യു വിൽ ബി ഹെൽപ്പിംഗ് ഹിം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്, മിസ്റ്റർ. റജി ഫിലിപ്പ്, അതെ. വീട്ടിലാരൊക്കെയുണ്ട്? മദറും ഫാദറും. മദറും ഫാദറും. വിവാഹിതനല്ല? വിവാഹിതനാണ്. വൈഫ് ന്യൂസിലാൻഡിലാണ്. എന്താ പഠിപ്പിക്കുന്ന വിഷയം? കെമിസ്ട്രി. വായിക്കാറുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വായിച്ചൊരു കവിതയുണ്ട്. എനിക്കെല്ലാം സാറിൻ്റെ എല്ലാ കവിതകൾ സാറ് ചൊല്ലുന്നതും അതുപോലെ കേൾക്കാൻ ഇഷ്ടമാണ്. ആണല്ലേ? അല്ലതൊരു ഇംഗ്ലീഷ് കവിതയാണ്. I shot a bow into the forest and a word into the air, and finally I could find the bow. മലയാളത്തിൽ പറഞ്ഞാൽ ഞാനൊരു അമ്പും കാട്ടിലേക്ക് അയച്ചു, ഒരു വാക്കും ആകാശത്തിലേക്ക് അയച്ചു. കുറേ അലഞ്ഞപ്പോൾ അമ്പ് കാട്ടിലെ ഒരു ഓക്കുമരത്തിൽ തറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. എനിക്കത് വലിച്ചൂരി എടുക്കാൻ കഴിഞ്ഞു. വാക്ക് ഒരു സുഹൃത്തിൻ്റെ മനസ്സിൽ തറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് വലിച്ചൂരി എടുക്കാൻ കഴിഞ്ഞില്ല. കവിത ശരിയല്ലേ? അത് തീർച്ചയായും. റജി ഫിലിപ്പും ഒരുമിച്ച് നമുക്ക് പ്രവേശിക്കാം അറിവിന്റെ ഈ രാജരഥിയിലേക്ക്. യാഗം. റജി വിചാരിച്ച വ്യക്തി ഒരു ഏഷ്യക്കാരനാണോ? അതെ. താങ്ക് യു. അപ്പോൾ ഇനി പുരുഷനാണോ എന്ന് ഞാൻ ചോദിക്കണ്ട, ഞാൻ ഏഷ്യക്കാരനാണോ എന്നാണ് ചോദിച്ചത്. അതെ എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അത് പുരുഷനാണ് എന്നാണ്. നമ്പർ 2, ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അതിലുണ്ട്. പ്രധാന മേഖല രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ? അല്ല. താങ്കൾ പറഞ്ഞതിൽ തെറ്റുണ്ടല്ലോ. അല്ല, അതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ അറിയപ്പെടുന്നത് അങ്ങനെ മുഴുവൻ പറയണ്ട. പക്ഷേ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. രാഷ്ട്രീയം, കല, സാഹിത്യം എന്ന ഈ 3 മേഖലകളുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലുണ്ട്. പ്രധാന പ്രശസ്തിയല്ല. അല്ല ആണ് എന്നാണ് ജൂറി പറയുന്നത്, അല്ലേ? ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ തന്നെ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, ഹി കുഡ് ബി എ ബാറ്റ്സ്മാൻ, ഹി കുഡ് ബി ഓൾസോ എൻ ഓൾറൗണ്ടർ, റൈറ്റ്? അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. അതായത് രാഷ്ട്രീയം, കലാ, സാഹിത്യം അല്ലാതെ മറ്റു മേഖലകളും ഉണ്ട് എന്നുള്ളതിനോട് യോജിക്കുന്നുണ്ട് ജൂറി? യോജിക്കുന്നുണ്ട്.
വളരെ വൈറ്റലായി ഇത് മൂന്നും അല്ലാതെ വേറെ മേഖല ഉണ്ടായേക്കാം. തീർച്ചയായും ഉണ്ട്. ബിസിനസ് ഉണ്ട്. അതാണ് പ്രധാന പ്രശസ്തി. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രധാന പ്രശസ്തിയെ കുറിച്ച് അല്ല, 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 മാത്രമാണ് അല്ല, റജി. അല്ല, അല്ല, സർ. അപ്പൊ അല്ല എന്ന് പറയൂ. അല്ല, അല്ല എന്ന് അല്ല, പറയൂ. അല്ല. അത് ഉദാഹരണത്തിന് താങ്കൾ ഒരാളിനെ വിചാരിച്ചാൽ അദ്ദേഹത്തിന് വേറെ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വൈറ്റൽ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. വൈ ഡിഡ് യു തിങ്ക് ഹിം എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ വൈ പീപ്പിൾ നോ ഹിം എന്നുള്ളതാണ് ചോദ്യം. 1950 ശേഷമാണ് മരിച്ചത്. അതെ. ആണ്. 1980 ശേഷമാണ് മരിച്ചത്. അതെ. ആണ്. മധ്യ കേരളം, കോട്ടയം, ചങ്ങനാശ്ശേരി ഉൾക്കൊള്ളുന്നു. അതെ. ആണ്. മധ്യ കേരളമാണ്. അതെ. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു? പ്രശസ്തരാണ്. പ്രശസ്തരാണ്. മകൻ പ്രശസ്തനാണ്. പറയത്തക്ക രീതിയിലുള്ള പ്രശസ്തിയില്ല. അല്ല. ഇല്ല. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതിൽ മാത്രമല്ലായിരുന്നു. ഉണ്ടായിരുന്നു. പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. തുടങ്ങിയത് അതിലായിരുന്നു. കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടു. പിന്നെ തീർച്ചയായും ഉണ്ട്. MP ഒ MLA ഒ ആയിട്ടുണ്ടോ? ഉണ്ട്. ആയിട്ടുണ്ട്. ഉണ്ട്. പത്രപ്രവർത്തന മേഖലയുമായി ബന്ധമുണ്ടായിരുന്നു. യെസ്. കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴയ പത്രവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ഇല്ല. ഇല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം C എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. നോ. ജിയിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. കോൺഫിഡന്റ് ആണോ? അങ്ങേ പോലുള്ള ഒരാളുടെ പിന്നിരിക്കുമ്പോൾ സാധ്യത കുറവാണ്. അല്ലേ? 4 ചോദ്യങ്ങൾ ഒന്നിലും എത്തിയില്ലല്ലോ. ചുമ്മാ വല്ല KM ജോർജ് എന്നെങ്ങാനും ഒരു ഗസ് ചെയ്യാന്നുള്ളതല്ലാതെ. പറയൂ. കൺഗ്രാറ്റുലേഷൻ. ഡോക്ടർ ജോർജ് തോമസ്. ഏതാണ് പത്രം? മനോരാജ്യം. മനോരാജ്യം. അദ്ദേഹം മനോരാജ്യത്തിൻ്റെ പേരിൽ മാത്രമാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പൊളിറ്റീഷ്യൻ എന്നുള്ളത് അറിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫ് റേച്ചൽ തോമസ് അതിപ്രശസ്തിയായ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പാചക വിദഗ്ധയായിരുന്നു. കേരള ധ്വനി എന്ന പത്രം നടത്തി കല്ലുപ്പാറ MLA ആയിരുന്നു. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക അംഗമാണ്. ആദ്യം പ്രവർത്തനം തുടങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ്. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻ. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ താങ്കൾക്ക് സമ്മാനം. വെരി ഗുഡ്. ജോർജ് തോമസ് 1926 കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് ഡോക്ടർ ജോർജ് തോമസ് ജനിച്ചത്. ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം ഒരു പത്രാധിപനായിരുന്നു. എങ്കിലും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ഘടകവും കല്ലൂപ്പാറ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA-യുമായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളായി അറിയപ്പെട്ടിരുന്നു. കേരള ധ്വനി, കേരളഭൂഷണം, മനോരാജ്യം എന്നീ വാരികകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. 1993 സെപ്റ്റംബർ 17 അദ്ദേഹം നിര്യാതനായി. ഇടവേളയ്ക്ക് പോകുമ്പോൾ റജി രണ്ടാമത്തെ ബൗളിൽ നിന്നും മറ്റൊരു വിഷയം തിരഞ്ഞെടുക്കുകയും മറ്റൊരാളിനെ മനസ്സിൽ ഓർമ്മിക്കുകയും ചെയ്യും. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം: കേരള കോൺഗ്രസിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? കേരള കോൺഗ്രസിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? ആദ്യ റൗണ്ടിൽ റജി ഗംഭീരമായി മത്സരിച്ചു, മനോഹരമായി മത്സരിച്ചു. ജോർജ് തോമസിനെ മനസ്സിൽ വിചാരിച്ചു. 5000 രൂപയുടെ സമ്മാനം നേടി. രണ്ടാം റൗണ്ടിൽ ബൗളിൽ നിന്നൊരു വിഷയമെടുത്തു, അല്ലേ?
അത് അപ്രൂവ് ചെയ്തു രേഖ? Yes, I do approve, yeah. ആൻഡ് യു വിൽ ബി ഹെൽപ്പിംഗ് ഹിം. Of course. ഇരിക്കൂ റജി, ഇരിക്കൂ. റജി, കുട്ടികൾ രണ്ടുപേരാണ്. എന്താ അവരുടെ പേര്? രേഷ്മ ആൻഡ് സാം. എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ? 1500 1000 മിച്ചം വരും. 1000 കൂടുതൽ കുട്ടികളുടെ അധ്യാപകനാണ് താങ്കൾ. അല്ല, സ്കൂളിൽ മൊത്തം എനിക്ക് ഹയർ സെക്കൻഡറി തന്നെ 300 കുട്ടികളെ. നിങ്ങളെല്ലാം നിങ്ങളുടെ അധ്യാപകന്റെ പെർഫോമൻസ് കാണുക, അദ്ദേഹത്തെ ആശംസിക്കുക. തുടങ്ങാം. ഇന്ത്യൻ? അതെ. മലയാളി? വീണ്ടും അതെ. എന്തൊരു സംശയം പോലെ. കേരളത്തിലല്ലേ പ്രധാന പ്രവർത്തന മേഖല? അല്ല. അതാണ് മൊത്തം സംശയം. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞു? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല സർ. അല്ല. അല്ല. ശാസ്ത്രം? അല്ല. സ്പോർട്സ്, ഉദ്യോഗം? പ്രധാന പ്രശസ്തി അല്ല. അതെ, അതിലൊന്നുണ്ട്. പ്രധാന പ്രശസ്തി ഇതിലൊന്നുണ്ട്? അതെ, ഉണ്ട്. അതിൽ പ്രധാന പ്രശസ്തി അതെ ആണ്. ഇതിലൊന്നാണ്. സ്പോർട്സ്, ഉദ്യോഗം ഇതിലൊന്നാണ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം, സയൻസുമായി ബന്ധപ്പെട്ടതല്ല. No. സ്പോർട്സ് ആണ്? അല്ല. യൂണിഫോം ഉള്ള ഒരു ഉദ്യോഗമാണോ? അല്ല. പോലീസ്, മിലിറ്ററി, ഡോക്ടർ, അല്ല. അഡ്വക്കേറ്റ്, അങ്ങനെ? അല്ല. അങ്ങനെ യൂണിഫോം ഉള്ള ഒരു ഉദ്യോഗം അല്ല. 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 ഹിന്ദു? അല്ല. അദ്ദേഹം രാഷ്ട്രീയമായ ഔദ്യോഗിക പദവികൾ, പൊളിറ്റിക്കൽ ഒഫീഷ്യൽ പദവികൾ വല്ലതും അലങ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പൊളിറ്റിക്കോ ഒഫീഷ്യൽ പദവികളൊന്നും അലങ്കരിച്ചിട്ടില്ല. ഇല്ല. ഇല്ല. പക്ഷെ ഉദ്യോഗം തന്നെയാണ് പ്രധാനം. അതെ. എന്നാൽ അത് കേരളത്തിലല്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? അല്ല. സൗത്ത് ഇന്ത്യയിൽ തന്നെയാണോ? അല്ല. ഇന്ത്യയിൽ തന്നെയാണോ? അല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം സിയിൽ ആരംഭിക്കുന്നുണ്ടോ? നോ സർ. ചെറിയാന്റെ സി, ക്രിസ്റ്റിയുടെ സി? ഇല്ല. സിയിൽ ആരംഭിക്കുന്നില്ല. സർ. അമേരിക്കൻ കോണ്ടിനെന്റ്സിലാണോ അദ്ദേഹം? അല്ല. അല്ല. യൂറോപ്പിൽ? അല്ല. നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന ന്യൂസിലാൻഡിൽ? നോ സർ. അയാൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രതിനിധിയായാണോ മറ്റേതെങ്കിലും രാജ്യത്ത് പ്രവർത്തിക്കുന്നത്? നോ സർ. അല്ല. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ റജി. പറയൂ. ടോണി ഫെർണാണ്ടസ് എയറേഷ്യയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നു. എയറേഷ്യ നഷ്ടത്തിലായിരുന്ന സമയത്ത് ഏറ്റെടുത്ത് ഭംഗിയാക്കി വിജയിപ്പിച്ച മലയാളി. ആന്റണി ഫ്രാൻസിസ് ടോണി ഫെർണാണ്ടസ് എന്ന വ്യവസായ പ്രമുഖൻ 1964 ഏപ്രിൽ 30 മലേഷ്യയിലെ കോലാലംപൂരിൽ ജനിച്ചു. ഇദ്ദേഹമാണ് ട്യൂൺ എയർ സംഘടന രൂപീകരിച്ചത്. ഈ സംഘടനയാണ് ആദ്യമായി വളരെ വില കുറഞ്ഞ ഫ്ലൈറ്റുകൾ തയ്യാറാക്കിയത്. എയറേഷ്യ എന്ന വിമാന കമ്പനിയുടെ CEO ആയ അദ്ദേഹം 2003 അന്നത്തെ മലേഷ്യൻ മുഖ്യമന്ത്രിയായ ട്യൂൺ ഡോക്ടർ മഹാതിർ മുഹമ്മദിനോടൊപ്പം ചേർന്ന് കൊണ്ടുവന്ന പുതു ആശയമായ ഓപ്പൺ സ്കൈ എഗ്രിമെന്റ്സ് ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. 2014 ഫെബ്രുവരിയിൽ മലേഷ്യയിലെ പ്രമുഖ ധനികരിൽ ഒരാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ റജി. റിയൽറ്റേഴ്സിന്റെ 10,000 രൂപ താങ്കൾ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. എയറേഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഭയം തോന്നി തുടങ്ങിയ ഒരു കാലത്താണ് താങ്കൾ ടോണി ഫെർണാണ്ടസിന്റെ പേര് മനസ്സിൽ വന്നത്, അല്ലേ? അതെ. താങ്കൾ 2 തവണയും വിജയിച്ചു. മനോഹരമായ മത്സരമാണ് കാഴ്ചവെച്ചത്. ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനിൽ നിന്നും കൂടുതൽ ഊർജ്ജസ്വലമായ, കൂടുതൽ ഉന്നതമായ മത്സരം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇൻ ദ 3rd റൗണ്ട്. താങ്ക് യു സർ. അതിനു മുൻപ് പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ അടുത്ത ചോദ്യം: തായ്വാനിലെ അധ്യാപക ദിനം ആരുടെ ജന്മദിനമാണ്? വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവർഡ് ബൈ സാറാസ് കറി പൗഡർ. Raji, congratulations for consecutive 2 victories. Thank you. Well done. And Rekha, the 3rd time
മൂന്നാമത്തെ തവണയും അപ്രൂവ്ഡ് ഹാട്രിക്കിനായിട്ട് നമുക്ക് നോക്കാം. ഹാട്രിക്. ആൻഡ് യു ആർ ദേർ ടു ഹെൽപ്പ്. റെഡി? പ്ലീസ്. സോ ഹാട്രിക് വിജയം നേടാൻ റജിക്ക് കഴിയട്ടെ. താങ്ക് യു സർ. തുടങ്ങാം. തുടങ്ങാം. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. നോർമൽ ഡെത്ത്? അതെ. രാഷ്ട്രീയ പദവി വഹിച്ചിട്ടുണ്ട്? ഉണ്ട്. MLA യോ MP യോ മന്ത്രിയോ ആയിട്ടുണ്ടോ? ഇല്ല. ഗവർണർ സ്ഥാനമോ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനമോ വഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഔദ്യോഗിക രംഗത്തും അദ്ദേഹം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് നേട്ടങ്ങൾ ലൈഫിലെ. എന്തായാലും ചോദ്യം ഒന്നും കൂടി പറയാം. ഔദ്യോഗിക രംഗത്തും നേട്ടങ്ങൾ, സിവിൽ സർവീസ് അടക്കമുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. PC അലക്സാണ്ടറിയും മറ്റും പോലെ. ഇല്ല. 80-ന് ശേഷമാണ് മരിച്ചതെന്നല്ലേ? അല്ലേ? അതെ. 90-ന് ശേഷമാണ് മരിച്ചത്. അതെ. ഈ മതപരമായ പ്രശസ്തി എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അതെ. അത് അദ്ദേഹം ഈ പറയുന്നത് പോലെ പേരിന് മുന്നിൽ മാർ, ഫാദർ മുതലായ വിശേഷണങ്ങൾ എന്തെങ്കിലും ഉള്ള ഒരാളാണോ? അല്ല. അല്ല. അപ്പോൾ ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ മതപരമായ പ്രശസ്തിയേക്കാൾ കൂടുതൽ പ്രസക്തി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങിന് തന്നെ, പൊളിറ്റിക്കൽ പദവിക്ക് തന്നെയാണല്ലേ? അല്ല. അദ്ദേഹം ഒരു ലാറ്റിൻ ലാറ്റിൻ ആയിരുന്നോ? അല്ല. ജയിൽ ആരംഭിക്കുന്നുണ്ടോ പേരിൻ്റെ ഏതെങ്കിലും ഭാഗം? ഇല്ല. തീയിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഒരു ഭാഗമല്ല, ഒരു ഭാഗമല്ലേ ഉള്ളൂ. ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം 2 ഇനിഷ്യലുണ്ടോ? ഉണ്ട്. കള്ളം പറയരുത്. 2 ഇനിഷ്യലുണ്ടോ? ഒരേ ഇനീഷ്യലാണ്. 2 ഇനിഷ്യൽസ് ഉണ്ടോ? നോ. MM എന്ന് എഴുതിയാൽ 2 ആവില്ലല്ലോ. ഇല്ല. ഒന്നല്ലേ ആവുള്ളൂ. അതെ. MM തോമസിനല്ലേ വിചാരിച്ചത്? അതെ സർ. MM തോമസ് എന്ന വ്യക്തിയെ നിങ്ങൾ അറിയുന്നത് മത നേതാവായാണോ പൊളിറ്റിക്കൽ ലീഡറായിട്ടാണോ? പൊളിറ്റിക്കൽ ലീഡറായാണ്. താങ്കളുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ സെമിനാരിയിൽ പഠിപ്പിക്കുന്നുള്ളത് കൊണ്ട് ഒക്കെ ഉണ്ടാവാം. ശ്രീ ബാബു പോൾ ഒരു വലിയ തിയോളജിസ്റ്റാണ്, വലിയൊരു ആധ്യാത്മിക ചിന്തയുള്ള, ആത്മീയ ചിന്തയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ബാബു പോൾ എന്ന വ്യക്തിയെ ഒരാൾ വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായി അനലൈസ് ചെയ്യുമ്പോൾ ഔദ്യോഗിക മേഖലയാണ് ഡോക്ടർ ബാബു പോളിനെ പ്രശസ്തനാക്കുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അല്ലേ? ശരിയല്ലേ? മടത്തിപ്പറമ്പിൽ മാമൻ തോമസ് 1916 മെയ് 15-ന് തിരുവല്ല സ്വാതന്ത്ര്യ സമര സേനാനിയായ MM മാമന്റെയും സ്കൂൾ അധ്യാപികയായ ഓറിയാപ്പടിക്കൽ മറിയാമ്മയുടെയും മകനായി ജനിച്ചു. ക്രിസ്തുമത വിശ്വാസിയായിരുന്ന അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവും നാഗാലാൻഡിലെ മുൻ ഗവർണറുമായിരുന്നു. 1945 മുതൽ 1947 വരെ യുവജന സഖ്യം എന്ന സംഘടനയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ദ അക്നോളജ്ഡ് ക്രൈസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ റിനൈസൻസ്, റിസ്കിംഗ് ക്രൈസ്റ്റ് സേക്ക്, റിസ്പോൺസ് ടു ടൈറനി എന്നീ കൃതികളുടെ ഉപജ്ഞാതാവായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1996 ഡിസംബർ 3-ന് അദ്ദേഹം നിര്യാതനായി. താങ്കൾ ഈ കോട്ടയം ചങ്ങനാശ്ശേരി വിട്ട് പുറത്ത് പോയേയില്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു അത് പറയാൻ. അതെന്ത് പറ്റി? ഞാൻ അശ്വമേധൻ്റെ മുൻവർഷങ്ങളിലെല്ലാം കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സാറ് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ അറിവുള്ള ഒരാളാണ്. അല്ല, അശ്വമേധം എന്ന പരിപാടിയുടെ ലക്ഷ്യം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മേഖലകളിലുള്ള, വിവിധ സ്വഭാവങ്ങളിലുള്ള മരിച്ചവരും ജീവിച്ചവരുമായ വ്യക്തികളുടെ ചരിത്രത്തെ പുതിയ തലമുറയുടെ മുന്നിൽ അനാവരണം ചെയ്യണം എന്നുള്ളതാണ്. താങ്കൾക്ക് ക്യാഷ് അവാർഡുണ്ട്. അതിന് മുൻപ് നമ്മൾ ആദ്യം തുടങ്ങിയെടുത്തതെന്ന് വരാം, അല്ലേ? അതെ. നമ്മൾ തുടങ്ങിയത് ഒരു അമ്പിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. അതെ. ഒരു അമ്പ് ഒരു ഓക്കുമരത്തിൽ, ഒരു ആകാശത്തിലേക്ക് ചെയ്ത അമ്പ് ഒരു ഓക്കുമരത്തിൽ ചെന്ന് തറച്ചു നിന്നു. അത് വലിച്ചൂരിയെടുക്കാൻ കഴിഞ്ഞു വളരെ കഷ്ടപ്പെട്ടിട്ട്. പക്ഷേ ഒരു വാക്ക് ഒരു സുഹൃത്തിൻ്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു നിന്നു. മരണം വരെ അയാൾക്കത് വലിച്ചൂരിയെടുക്കാൻ കഴിഞ്ഞില്ല. ആ കവിത ശരി തന്നെയാണ് എന്ന് താങ്കൾ അംഗീകരിക്കുകയും ചെയ്തു. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ജീവിതത്തിൽ ഈ തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായതുകൊണ്ട്
ഈ വിരലുകൾ ചൂണ്ടുകയും ഹൃദയം കൊണ്ട് പ്രതികരിക്കുകയും സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരാൾ ആയതുകൊണ്ട് താങ്കളുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും താങ്കളെ അറിയുന്നവരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കത്ത് വായിക്കാം. പ്രേക്ഷകർക്ക് കൂടി കേൾക്കാം. കൈരളി ടി വിയിലേക്ക് വന്ന ഒരു കത്താണ്. സോ ജീനിയസ് ആണ്, ക്രിട്ടിക്കൽ, എല്ലാം കൊള്ളാം. CPM-കാർ മാത്രം നടത്തട്ടെ ഈ പരിപാടി. CPM-ന്റെ തേരോട്ടം നടത്താൻ മറ്റുള്ളവരെയും വിളിക്കൂ. അതെങ്ങനെ സ്കോർ ചെയ്യുമല്ലോ. നാണം കെട്ട പരിപാടി. എത്ര ആൻസർ അയച്ചാലും വിളിക്കില്ല. അസൂയയും കുശുമ്പും എനിക്കുമുണ്ട് പ്രതി. റജി ഫിലിപ്സ് എന്ന അധ്യാപകൻ അയച്ച കത്തിലെ വരികളാണ്. ആ അധ്യാപകൻ താങ്കൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. താങ്കളോട് ഇത്ര മാത്രം. ഇത് താങ്കൾക്കുള്ള എൻ്റെ ഒരു പ്രത്യേക സമ്മാനം. ആൻഡ് ശില്പ പ്ലീസ്. ഇത് താങ്കൾക്കുള്ള ഞങ്ങളുടെ അശോപഹാരം. ആൻഡ് മെർ റിയൽട്ടേഴ്സിൻ്റെ 5000 രൂപയുടെ ക്യാഷ്. അശ്വമേധം അറിവിൻ്റെ യാത്രയാണ്. അറിവ് എന്ന വാക്കിന് ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, പണത്തിൻ്റെ, മണത്തിൻ്റെ, നിറത്തിൻ്റെ ഭേദമില്ല. അതുകൊണ്ട് തന്നെ അശ്വമേധത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ എണ്ണം വളരെ വളരെ വലുതാണ്. അത് ശോഭന ജോർജ് മുതൽ ശ്രീമതി ബിന്ദു കൃഷ്ണ എന്ന കോൺഗ്രസ് പാർലമെന്റേറിയൻ സ്ഥാനാർത്ഥി മുതൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ നീളുന്നു അശ്വമേധത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളുടെ നിര. അശ്വമേധത്തിന്റെ 50-ാം അധ്യായം ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ ക്ഷണിച്ചതും ഇവിടെ എത്തിയതും കഴിഞ്ഞ അധ്യായങ്ങളിലൊന്നിൽ നിങ്ങൾ കണ്ടതുപോലെ PC ജോർജാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അശ്വമേധം രാഷ്ട്രീയത്തിന് അതീതമായി അറിവിനെ സ്നേഹിക്കുന്ന സർവ്വ മലയാളികൾക്കും വേണ്ടിയുള്ള ഒരു കയ്യൊപ്പാണ്. മലയാളികളുടെ ഹൃദയത്തിലെ കാത്തിരിപ്പിൻ്റെ ഒരു പുഴയാണ്. അധ്യാപകർ സ്വയം പലപ്പോഴും തിരുത്തുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അധ്യാപകരെ തിരുത്തേണ്ടി വരും. രാഷ്ട്രീയത്തിനതീതമായ അറിവിന്റെ നിറവിലേക്ക് സ്വാഗതം. ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥി ആര് എന്ന് നമുക്ക് നോക്കാം. ഞാൻ മുംതാസ് ബീഗം, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ആനക്കയത്ത് നിന്ന് വരുന്നു. ഒരു അധ്യാപികയാണ്. ആനക്കയം ഗവൺമെൻറ് UP സ്കൂളിലാണ് ജോലി നോക്കുന്നത്. ഭർത്താവ് മുഹമ്മദ് ഷെരീഫ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. 3 മക്കളുണ്ട്. മുമ്പ് കൈരളിയിൽ അശ്വമേധം പരിപാടി ഉള്ളപ്പോൾ തന്നെ അത് കാണാറുണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് അശ്വമേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ചേരി ഓഡീഷൻ സെൻറ്ററിൽ പോയിരുന്നുവെങ്കിലും അവിടുത്തെ തിരക്ക് കാരണം അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നീട് ഓരോ എപ്പിസോഡിലും വരുന്ന സൂചനകൾക്കനുസരിച്ച് SMS ചെയ്തതിലൂടെയാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ അശ്വമേധത്തിൻ്റെ തട്ടിലേക്ക് കയറുകയാണ്. ഞാൻ വിചാരിച്ച ആളെ പ്രദീപ് സർ കണ്ടുപിടിക്കുകയോ ഇല്ല എന്നതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ആശങ്കയില്ല. ഞാനിപ്പോൾ ഏകദേശം ജയിച്ച മട്ടാണ്. ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ വിജയം. That is the portfolio of Mumtaz Begum. Mumtaz, hi. നിറഞ്ഞ പുഞ്ചിരി. ഒരു വിഷയം എടുത്തോളൂ. ഇനി ജൂറിയിൽ നിന്നും അപ്രൂവൽ വേണം. മുംതാസ്, മലപ്പുറത്താണ് വീട്. പാട്ടൊക്കെ പാടും? ഇല്ല, ഇല്ല, പാട്ട് പാടില്ല. ശരി. മുംതാസ് വിചാരിച്ച പേര് രേഖ അപ്രൂവ് ചെയ്തു. മഞ്ചേരിക്കാരത്തിയാണ്, ഞാൻ അപ്രൂവ് ചെയ്തത്. മഞ്ചേരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് മഞ്ചേരി. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആൻഡ് സഹായിക്കാൻ ശില്പ തയ്യാറല്ലേ? ഇരിക്കും മുംതാസ്. താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഞ്ചേരി എന്താ കൊണ്ടുവന്ന? നല്ല ബിരിയാണി ഒന്നും കൊണ്ടുവന്നില്ല? അങ്ങോട്ട് വന്നാൽ ഉണ്ടാക്കിത്തരാം. അങ്ങോട്ട് വരണം. മഞ്ചേരിന്ന് എത്ര ദൂരമുണ്ട് സ്കൂളിൽ പോകാൻ? അല്ല, ഞാൻ ആനക്കയത്താണ് താമസിക്കുന്നത്. ആനക്കയത്താണ് താമസിക്കുന്നത്. അപ്പൊ അടുത്ത് തന്നെയാണ്? അടുത്താണ്, നടക്കാനുള്ള ദൂരം. നമുക്ക് ആരംഭിച്ചാലോ? മുംതാസ് ബീഗത്തിനോടൊപ്പം നമുക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാം വിപരീത സമസ്യയുടെ താജ്മഹലിലേക്ക്. ത്യാഗം. മുംതാസ് വിചാരിച്ചത്
ഒരു പുരുഷനെയാണോ? യെസ് ആണ്. ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഹസ്ബൻഡ് വിവാഹിതയാണോ? യെസ്. 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. ഹസ്ബൻഡ് വരുന്നത് മുഹമ്മദ് ഷരീഫ്. മുഹമ്മദ് ഷരീഫ്. ഒരു സെക്കൻഡ്. മുഹമ്മദ് ഷരീഫെ, മുംതാസ് ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. നമ്മൾ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും മുഹമ്മദ് ഷരീഫിന് തെറ്റിദ്ധരിക്കരുത്. അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തം അല്ലേ രേഖ? നമുക്ക് അതിനുള്ളൊരു എന്തെങ്കിലും ആ കുട്ടിക്ക് ഇതിന് ടെൻഷൻ കൂടി കാണിപ്പോ. മുംതാസ്, അദ്ദേഹത്തിന് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? ഉണ്ട്. ഉണ്ട്. ആ, അപ്പൊ കുഴപ്പമില്ല. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? ആണ്. അതെ. അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ, ഇതിലൊന്നാണോ രാജ്യം? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം, ഇതിലൊന്നാണോ മേഖല? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, ഇതിലൊന്നാണോ മേഖല? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്, ഇതിലൊന്നാണോ മേഖല? ആണ്. സ്പോർട്സ് ആണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്പോർട്സ് അല്ലേ? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി? ആ. ബ്രിട്ടൻ, ഫ്രാൻസ്, ആ. ബ്രിട്ടീഷ്? യെസ്. 14 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 4 ചോദ്യങ്ങൾ കൊണ്ട് ഞാൻ അയാളെ കണ്ടുപിടിക്കാൻ നിർബന്ധിതനാണ് അല്ലേ? നോക്കാം. ഫുട്ബോളർ? അല്ല. ഫുട്ബോളർ. പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി? അല്ല. ഓ, ഇനി 2 ചോദ്യങ്ങളേ ഉള്ളൂ. അത്ലറ്റിക്സ്? യെസ്. വാട്ടർ ഗെയിംസ് അല്ല, അത്ലറ്റിക്സ് ആണോ എന്നാണ് ആ. ചോദിച്ചത്. യെസ്. അവസാന ചോദ്യം. ഏതെങ്കിലും ഒളിമ്പിക്സിന്റെ സംഘാടക സമിതി തലവനായിരുന്നിട്ടുണ്ടോ അദ്ദേഹം? സംഘാടക സമിതിയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഉണ്ട്. ഡെയിൽ തോംസൺ അംബാസിഡർ ആയിരുന്നു, ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നു. സെബാസ്റ്റ്യൻ കോ സംഘാടക സമിതി തലവനായിരുന്നു? അല്ല. ഇല്ല. സംഘാടക തലവനായിരുന്നില്ല. ആയിരുന്നില്ല. അപ്പൊ സെബാസ്റ്റ്യൻ കോ അല്ല. അല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം ഡിയിൽ ആരംഭിക്കുന്നുണ്ടോ? യെസ്. യെസ്. ഡെയിൽ തോംസൺ തന്നെയാണോ മനസ്സിൽ? അതെ. ഡെയിൽ തോംസൺ വാസ് എ ഗുഡ്വിൽ അംബാസിഡർ. യെസ്. അദ്ദേഹം ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നു. അദ്ദേഹം ഓർഗനൈസിംഗ് ഹെഡ് ആയിരുന്നില്ല. ഓർഗനൈസിംഗ് ഹെഡ് സ്റ്റീവ് കോയ ആയിരുന്നു, സെബാസ്റ്റ്യൻ കോയ ആയിരുന്നു. എൻ്റെ ഉത്തരം തെറ്റിപ്പോയി. സാരല്ല, കുഴപ്പമില്ല. ഡെയിൽ തോംസൺ 1958 ജൂലൈ 30 ലണ്ടനിലെ നോട്ടിംഗ് ഹില്ലിലാണ് മുൻ ഇംഗ്ലീഷ് ഡെക്കാത്തലറ്റ് ആയ ഫ്രാൻസിസ് മോർഗൻ ഡെയിൽ തോംസൺ ജനിച്ചത്. 1980-ലും 1984-ലും നടന്ന ഒളിമ്പിക് ഗെയിംസിലെ ഡെക്കാത്തലോണിൽ സ്വർണ്ണ മെഡൽ നേടിയ അദ്ദേഹം പിൽക്കാലങ്ങളിൽ ലോക റെക്കോർഡ് 4 തവണ മറികടക്കുകയും ചെയ്തിരുന്നു. 4 ലോക റെക്കോർഡുകൾ, 2 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ, 3 കോമൺവെൽത്ത് കിരീടങ്ങൾ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ അദ്ദേഹം കൈവരിച്ചു. മുംതാസ്, ഇത് ഞങ്ങളുടെ ശോഭഹാരം. താങ്ക് യു സർ. ഈ കുതിരയെക്കാളും പ്രഗത്ഭനായ അത്ലറ്റായിരുന്നു ഡെയിൽ തോംസൺ ഒരു കാലഘട്ടത്തിൽ. ഡെയിൽ തോംസണും വനിതകളുടെ കൂട്ടത്തിൽ മേരി സ്ലാനി ഡെക്കറും ഇവർ 2 പേരും ചേർന്ന് കാണിച്ച അത്ഭുതങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിലെ ഒളിമ്പിക്സുകൾ, 80കളുടെ ഒളിമ്പിക്സുകൾ നിറഞ്ഞത്. കൺഗ്രാറ്റുലേഷൻസ്. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന മഞ്ചേരിയിൽ എല്ലാവരെയും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. പ്രേക്ഷകരോട് ഈ ദിവസത്തെ ചോദ്യം ഇതാണ്: ആരാണ് ദ ഗോൾഡൻ മദർ ഓഫ് ഒളിമ്പിക്സ്? ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥിയെ പരിചയപ്പെടാം. അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഞാൻ അശ്വിൻ TS. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം ഗ്രാമത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അമ്മച്ചി എന്നിവരാണുള്ളത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ടെക്നോ പാർക്കിലെ UST ഗ്ലോബൽ എന്ന കമ്പനിയിലാണ്. എൻ്റെ പ്രധാന ഹോബീസ് എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുക, പിന്നെ ഡ്രൈവിംഗ്, പിന്നെ ക്രിക്കറ്റ് എന്നിവയാണ് പ്രധാന ഹോബീസ്. സ്കൂൾ ലെവൽ മുതൽ നിരവധി ക്യൂസ് കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുമായിരുന്നു. അന്ന് മുതൽ അശ്വമേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. പ്രദീപ് സാറുമായിട്ടുള്ള ഈ ഒരു മത്സരം വളരെ കടുപ്പമേറിയെന്ന് അറിയാമെങ്കിലും അതിൽ വിജയിക്കുക എന്നതിലുപരി ഒരു നല്ല മത്സരം കാഴ്ചവെക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. That was Mr. Ashwin. Welcome to the show.
പിന്നെ അപ്പോൾ ഈ അശ്വമേധം ഒരു അശ്വിൻ മേധമാണ് അല്ലേ? അതെ. ഒരു വിഷയം തിരഞ്ഞെടുത്തു. ഹലോ അശ്വിൻ. ഹലോ. ഇതെന്തിനാ തണുത്തിരിക്കുന്ന കൈ? AC-ക്കകത്തിരുന്നുകൊണ്ടാണ്. AC-ക്ക്. അശ്വിൻ ഒരു ടെക്കിയാണ് അതെ. അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിൽ വന്നിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ ടെക്കികൾക്കെല്ലാം വലിയ ജാടയാണെന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. അവരെല്ലാം വളരെ നല്ല മനുഷ്യരും വളരെ ഈസി ഗോയിങ് ആയ ആളുകളും. അതുകൊണ്ട് എല്ലാ ടെക്കികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാം. അശ്വിൻ വിചാരിച്ച പേര് രേഖ അപ്രൂവ് ചെയ്യുന്നു? യെസ്, അപ്രൂവ്ഡ്. അപ്രൂവ്ഡ്. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹിം? യെസ്, റെഡി. പ്ലീസ്. അശ്വിൻ പാട്ട് പാടോ? പാട്ട് ചെറിയ തോതിൽ പാടും. ചെറിയ തോതിൽ പാടും, കേൾക്കാം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്നോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും, തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ. ഞാൻ ഈ ടെക്കികൾ വളരെ നല്ലവരാണ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ കാരണം അവർ സത്യവും പറയും. അശ്വിൻ ആദ്യം ഒരു വലിയ സത്യം പറഞ്ഞു. ഏതാണ്? ചെറിയ രീതിയിൽ പാടും. നമുക്ക് തുടങ്ങാം. അശ്വമുഖത്തിൽ അശ്വിനുമൊത്ത് യാഗം. അശ്വിൻ, ഇസ് ഇറ്റ് എ മെയിൽ? യെസ്. ഈ പ്രായത്തിൽ ആരെങ്കിലും മെയിൽ നടിയായി? അശ്വമേധത്തിൽ മെയിൽ മതി. അശ്വമേധത്തിൽ മെയിൽ മതി. അത് ശരി. ഇന്ത്യൻ? നോ. അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. 50 വയസ്സായോ? ഇല്ല. അശ്വിൻ്റെ പ്രായം കൂടി കണക്കാക്കുമ്പോൾ 50 വയസ്സായില്ല എങ്കിൽ സ്പോർട്സ്? യെസ്. പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി? യെസ്. ഫുട്ബോൾ? നോ. ഒരു ടീം ഗെയിം? Can it be played only as a team game? No. No. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? No. യൂറോപ്പ്? Yes. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ? No. സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്? No. ഇപ്പോഴും കളിക്കുന്നുണ്ടോ? യെസ്. എപ്പോഴെങ്കിലും വേൾഡ് ടോപ്പ് 5-ൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടോ? നോ. റഷ്യ, ക്രൊയേഷ്യ, സെർബിയ, ഇതിലൊന്നും? ലൈഫ് ടൈം. ചോദിച്ചതിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് സെർബിയയായിട്ട് ബന്ധമുണ്ട്. Are you sure that he was never on among the top 5? ഒരിക്കലും ടോപ്പ് 5 വന്നിട്ടില്ലെന്ന് ഉറപ്പാണ്? അത് ഉറപ്പാണ്. ടോപ്പ് 10 വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. യെസ്. 16 റൈറ്റ് നൗ അയാൾ ടോപ്പ് 10 ഉണ്ടോ? യെസ്, ഐ തിങ്ക് യെസ്. 17 അയാളുടെ പേരിന്റെ ഏതെങ്കിലും ഭാഗം വിയിലോ ഡബ്ല്യൂയിലോ ആരംഭിക്കുന്നുണ്ടോ? നോ. സ്റ്റാനിസ്ലാവ് വാവ്റിങ്ക അല്ല, ജോ വിൽഫ്രഡ് സോങ്ക അല്ല. ഏതെങ്കിലും ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഫൈനൽ കളിച്ചിട്ടുണ്ടോ? ഫൈനൽ? നോ. ഇല്ല. നോ. ഫൈനൽ? ഇസ് ഇറ്റ് സിമോണിച്ച്? നോ. പറയൂ, ആരെ വിചാരിച്ചു? മിലോസ് റാവോണിച്ച്. മിലോസ് റാവോണിച്ച്. Congratulations, my dear friends. Congratulations. You have won ₹5,000 from Realtors.
മോണ്ടിനിഗ്രൻ വംശജനും പ്രശസ്തനായ ടെന്നീസ് താരവുമായ മിലോസ് റൗണിക് 1990 ഡിസംബർ 27 കാനഡയിൽ ജനിച്ചു. ലോകോത്തര റാങ്കിൽ 6ാം സ്ഥാനം വരെ കൈവരിച്ച അദ്ദേഹം 2010 US ഓപ്പണിലാണ് കളിക്കളത്തിലെ ജീവിതം ആരംഭിച്ചത്. ഹാർഡ് കോർട്ടുകളിൽ മേധാവിത്വം പുലർത്തുന്ന റൗണിക്കിനെ ടെന്നീസിലെ ആദ്യ പാഠങ്ങൾ പറഞ്ഞുകൊടുത്തത് ബാഴ്സലോണയിലെ ഗലോ ബ്ലാൻകോൺ എന്ന കായിക അധ്യാപകനാണ്. കണക്കുകൾ അനുസരിച്ച് തന്റെ കരിയറിലെ ഏറ്റവും അധികം നേട്ടങ്ങൾ റൗണിക് കൈവരിച്ചത് 2012-ലാണ്. അശ്വിൻ, അപ്പോൾ ഇത് അശ്വിൻ മേധം തന്നെയായിരുന്നു ഈ സെഗ്മെന്റ്. ടെന്നീസാണോ വിഷയം കിട്ടിയത്? അത് ശരി. ടെന്നീസ് ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്. ഇനി 2ാം റൗണ്ടിൽ നിന്ന് മറ്റൊരാളിനെ വിചാരിച്ചുകൊണ്ട് ഈ ടെക്കി കൂടുതൽ വലിയ വിജയങ്ങൾ നേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദ ടൈം ബോംബ് ഹാസ് ബ്ലാസ്റ്റഡ്. 2ാം റൗണ്ട് ഇന്നല്ല, നാളെ. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ മനസ്സിൽ വളരെ ശക്തമായ മറ്റൊരു പേരുണ്ടാകട്ടെ, അശ്വിൻ. കുറച്ചുകൂടി ചിയർഫുള്ളായ ഒരു അശ്വിനെ നാളെ കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, റെഡി? ഓക്കെ, റെഡി. ടെന്നീസ് അത്ഭുതങ്ങളുടെ ഒരു കളിയാണ്. മനുഷ്യൻ്റെ വൈകാരിക ഭാഷയിൽ പലപ്പോഴും നിയന്ത്രണ അതീതമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് 1980കളുടെ ആരംഭത്തിൽ ടെന്നീസിന്റെ ചരിത്രത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. റാക്കറ്റുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കോർട്ടിലുടനീളം അസ്വസ്ഥനായി നടന്ന ജോൺ മെക്കൻറോ എന്ന മഹാനായ ടെന്നീസ് കളിക്കാരനെ മനസ്സിലോർമ്മിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ ഇന്നത്തേക്ക് യാത്ര പറഞ്ഞു പിരിയുന്നു. വീണ്ടും സന്ധിക്കും വരെ വണക്കം.